ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലേബർ ഫോഴ്സ് എന്താണ്, വർക്ക് ഫോഴ്സ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നാൽ എന്താണ്? സോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ടോട്ടൽ പോപ്പുലേഷൻ, ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാണ്. ടോട്ടൽ പോപ്പുലേഷൻ 100 ഉണ്ടെന്ന് വിചാരിച്ചോളൂ നമുക്ക്. അതായത് നമ്മുടെ മൊത്തം പോപ്പുലേഷൻ എന്ന് പറയുന്നത് 100 ആണ്. ഈ 100ൽ എത്ര പേരാണ് ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത്? അതായത് എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട്, അതുപോലെ എത്ര പേര് ജോലി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഒരു 20 ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് അഥവാ LFPR എന്ന് പറയുന്നത്. ഓക്കെ, LFPR എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല, ലേബർ ഫോഴ്സ് ബൈ റേഷ്യോ ഓഫ് ലേബർ ഫോഴ്സ്. ലേബർ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ്റെ ആ ഒരു പെർസെൻറ്റേജിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ റേഷ്യോ ഓഫ് ദ ലേബർ ഫോഴ്സ് ടു ദ ടോട്ടൽ പോപ്പുലേഷൻ ആണ് കേട്ടോ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കും. മേ ബി ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ കണക്കുകളൊക്കെ ചെയ്യാനും ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്നൊരു ഐഡിയ ഉണ്ട് അല്ലേ? അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജോലി കണ്ടെത്താൻ ആഗ്രഹമുള്ള എന്നാൽ ജോലി ചെയ്യാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ അവർക്ക് എന്ത് കിട്ടുന്നില്ല, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ജോലി കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ അൺഎംപ്ലോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അൺഎംപ്ലോയിഡ് പീപ്പിളിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്താമെന്ന് ചോദിച്ചാൽ ലേബർ ഫോഴ്സ് മൈനസ് വർക്ക് ഫോഴ്സ് ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സ് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന അൺഎംപ്ലോയിഡ് പീപ്പിളിന്റെ എണ്ണം കിട്ടുന്നത്. ഓക്കെ, ലേബർ ഫോഴ്സ് മൈനസ് വർക്ക് ഫോഴ്സ്. അപ്പം ലേബർ ഫോഴ്സ് ആരാന്ന് നമുക്കറിയാം അല്ലേ? അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ ലേബേഴ്സും വരും, അതിൻ്റെ കൂടെ തന്നെ ഈ വർക്ക് തേടി നടക്കുന്ന ആൾക്കാരും വരും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അതുപോലെ വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അതിനകത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ, ജോലി അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ വർക്ക് ഫോഴ്സിൽ വരുന്നില്ല. അപ്പോൾ ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് അൺഎംപ്ലോയിഡ് പീപ്പിൾ എന്ന് പറയുന്നത് കേട്ടോ. അതായത് തൊഴിൽരഹിതരായിട്ടുള്ള ആൾക്കാരെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലേബർ ഫോഴ്സിൽ നിന്ന് വർക്ക് ഫോഴ്സ് കുറയ്ക്കണം. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. കാരണം ഇതൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു റേഷ്യോ ആണ് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാർ ഈ പറയുന്ന വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, അതായത് ഈ പറയുന്ന നമ്മുടെ എംപ്ലോയ്മെന്റ് എത്രമാത്രം ആൾക്കാർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ WPR അഥവാ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ വെച്ച് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു പോപ്പുലേഷൻ ഇപ്പോൾ ഒരു 100 പേര് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആക്റ്റീവായിട്ട് ജോലി തപ്പുന്ന ആൾക്കാർ ആരൊക്കെയാണ്, അവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആക്റ്റീവ്ലി ജോലി തപ്പുന്ന ആൾക്കാരല്ല, ആക്റ്റീവ്ലി ജോലിക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അല്ലേ? അതായത് നമ്മുടെ രാജ്യത്തിന്റെ നാഷണൽ ഇൻകത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ വർക്കർ പോപ്പുലേഷൻ റേഷ്യോയിൽ കണക്കാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആയിരിക്കും വരുന്നത് കേട്ടോ. വർക്ക് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. നമുക്കൊരു കാര്യം അറിയാം, വർക്ക് ഫോഴ്സിനകത്ത് ഒരിക്കലും ജോലി തപ്പുന്ന ആൾക്കാർ വരുന്നില്ല. വർക്ക് ഫോഴ്സ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ. സോ വർക്ക് ഫോഴ്സ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടെണ്ണം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റും അതുപോലെ തന്നെ വർക്കർ പോപ്പുലേഷൻ റേഷ്യോ മറന്നു പോകരുത്. ഇനി ഫുൾ എംപ്ലോയ്മെൻറ്റ്. അപ്പം നമ്മൾക്ക് അൺഎംപ്ലോയ്മെൻറ്റ് എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ പഠിച്ചെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ജോലി ചെയ്യാൻ കഴിവുള്ളവരുമായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും കൃത്യമായിട്ട് ജോലി കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല, അവർക്ക് ഇപ്പം നിലനിൽക്കുന്ന വേജ് റേറ്റിൽ ജോലി ചെയ്യാൻ ഓക്കെ ആയിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ജോലിക്ക് 100 രൂപ എന്നുള്ള രീതിക്കാണ് മണിക്കൂറിന് കൊടുക്കുന്നതെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്ന വേജ് റേറ്റിന് ഓക്കെ ആയിട്ട് ജോലി ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന് വില്ലിങ് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആ ആൾക്കാർക്ക് ജോലി കിട്ടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ ആരും പുറത്ത് നിൽക്കുന്നില്ല, എല്ലാവരും കഴിവുള്ള ആൾക്കാരും അത് വലിയ ജോലി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്കും എല്ലാം ജോലി കിട്ടുന്ന അവസ്ഥയാണ് ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫുൾ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ മൂന്നായിട്ട്, അതായത് നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസുകളെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഇന്ത്യയുടെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ
GNP-യിലേക്ക് അല്ലെ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, ഇക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയാം. ആ എക്കണോമിക് ആക്ടിവിറ്റീസിനെ പ്രധാനമായിട്ട് നമ്മൾ മൂന്നായിട്ടാണ് തിരിക്കുന്നത്. ഓക്കെ, എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നു. അതിൽ ആദ്യത്തേതാണ് പ്രൈമറി എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി. രണ്ടാമത്തേതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. പ്രൈമറി ഉണ്ട്, അടുത്തതാണ് സെക്കൻഡറി. മൂന്നാമത്താണ് ടെറിഷറി എന്ന് പറയുന്നത്. മൂന്നാമത്താണ് ടെറിഷറി. ഓക്കെ, അപ്പോൾ പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് പ്രൈമറിക്കകത്താണ്. അവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് എന്ന് മാത്രം പഠിക്കാതെ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കാം. നമ്മൾ ഡയറക്റ്റായിട്ട് പ്രകൃതിയിൽ നിന്ന് എന്തെടുത്താലും അതെല്ലാം പ്രൈമറി സെക്ടറിനകത്താണ് വരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എന്തെങ്കിലും ഒരു റോ മെറ്റീരിയൽ എടുക്കുകയാണ്, എന്തെങ്കിലും ഒരു അസംസ്കൃത വസ്തു നമ്മൾ മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെല്ലാം പ്രൈമറി അഥവാ പ്രാഥമിക മേഖലയിലായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ മീൻ പിടിക്കുന്നു അല്ലേ, നമ്മളൊരു കുളത്തിൽ നിന്ന് ചൂണ്ടയിട്ട് ഡയറക്റ്റ് മീൻ പിടിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഫിഷ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി സോഴ്സ് ആണ് അല്ലേ, അതായത് ഒരു നാച്ചുറൽ സോഴ്സിനെ നമ്മൾ എടുക്കുകയാണ്. അപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് സെക്കൻഡറി എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രൈമറി സെക്ടറിൽ നിന്ന് എടുത്ത സാധനം, അതായത് ഒരു റോ മെറ്റീരിയൽ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ, അതിനെ തന്നെ നമ്മൾ പിന്നെ പ്രൊഡക്ഷന് വിധേയമാക്കുന്നുണ്ട്. പ്രൊഡക്ഷന് വിധേയമാക്കുമ്പോൾ കിട്ടുന്നതാണ് സെക്കൻഡറി സെക്ടർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കൃഷി സംബന്ധമായിട്ട് കുറച്ച് ഗോതമ്പ് ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ ഇത് ഫാമിംഗ് എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ വീറ്റിനെ എടുത്തിട്ട് നമ്മൾ കുറച്ച് ബ്രെഡ് ഉണ്ടാക്കുകയാണ്, ഒരു ഫാക്ടറി കൊണ്ടുവന്നിട്ട് ബ്രെഡ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിന് വിധേയമായി ഉണ്ടായതാണ് അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഇപ്പോൾ മാനുഫാക്ചറിങ്, എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുന്നു, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, കൺസ്ട്രക്ഷൻ, ഇങ്ങനത്തെ ഉള്ള എല്ലാ കാര്യങ്ങളും വരുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. ഇനി ഇതേ ബ്രെഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, ആൾക്കാരിലേക്ക് എത്തിക്കണമല്ലോ, കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വലിയ വണ്ടിക്കകത്ത് പെട്ടിയായിട്ട് നമ്മളിത് ഓരോ കടയിലേക്ക് കൊടുക്കാൻ പോവാണ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ നടക്കാൻ പോവാണ്. ഈ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വരുന്നത് മൂന്നാമത്തതിനകത്തായിരിക്കും. സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നത് ടെറിഷറി സെക്ടറിനെ തന്നെയാണ്. മൂന്നാമത്തെ ഈ ഒരു മേഖലയിലായിരിക്കും എല്ലാ തരത്തിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ആക്ടിവിറ്റീസ്, ട്രേഡ്, കൊമേഴ്സ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനത്തെ ഉള്ള സർവീസ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും വരുന്നത് മൂന്നാമത്തെ ആ ഒരു ടെറിഷറി സെക്ടറിലായിരിക്കും. സോ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തിരിക്കാം. നമ്മുടെ ടെറിഷറിൽ നോക്കിക്കേ, റീറ്റെയിൽ, ഫിനാൻഷ്യൽ സർവീസ്, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, കമ്മ്യൂണിക്കേഷൻ, ഹോസ്പിറ്റാലിറ്റി, ലേഷ്യർ, റിയൽ എസ്റ്റേറ്റ്, ഇൻഫർമേഷൻ ടെക്നോളജി അഥവാ IT, ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെല്ലാം ടെറിഷറി സെക്ടറിലാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ചിലപ്പോൾ എക്സാമിനെ ഇത് കുറേ ഇങ്ങനെ ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കാം റിവിഷനിൽ, നമുക്കിങ്ങനെ കുറേ ഐറ്റം തരും. എന്നിട്ട് അതിനകത്ത് പ്രൈമറി വരുന്നത് ഏതാണ്, സെക്കൻഡറി ഏതാണ്, ടെറിഷറി ഏതാണെന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഓർത്ത് വെക്കുക, പ്രൈമറി എന്ന് പറയുമ്പോൾ ഡയറക്റ്റായിട്ട് നമ്മൾ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്നതാണ്. അതിന് വേറെ പ്രൊഡക്ഷനോ പ്രോസസ്സുകളോ ഒന്നും വരുന്നില്ല, ഡയറക്റ്റ്ലി നമ്മൾ എടുക്കുന്നതാണ്. ഇപ്പം മൈനിങ് എന്ന് പറയുന്ന ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് തരികയാണ്, മൈനിങ്. ഇതെന്നിട്ട് ഞാൻ ചോദിക്കുക ഇത് ഏത് സെക്ഷനിലായിരിക്കും വരുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിലപ്പോൾ സെക്കൻഡറി സെക്ടറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഓർത്ത് വെച്ചിരിക്കുക, മൈനിങ് എന്ന് പറയുന്നത് സെക്കൻഡറി അല്ല, അത് പ്രൈമറി ആണ്. കാരണം എന്താണെന്ന് വെച്ചാലേ നമ്മൾ ഡയറക്റ്റായിട്ട് പ്രകൃതിയിൽ നിന്ന് കുഴിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ മൈനിങ്ങിന് വിധേയമായ സാധനം നമ്മൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആക്കുകയാണെങ്കിലായിരിക്കും അത് സെക്കൻഡറി സെക്ടറിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ മൈനിങ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഡയറക്റ്റ്ലി എടുക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് പ്രൈമറി സെക്ടറിനകത്ത് ഉൾപ്പെടുത്താം. ഓക്കെ, ഇനി അടുത്തതാണ് സെക്കൻഡറി സെക്ടർ ആകുമ്പോൾ പ്രൊഡക്ഷന് വിധേയമാകുന്ന എന്ത് തരത്തിലുള്ള പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് സെക്കൻഡറി സെക്ടറിൽ പറയാം. ടെറിഷറി ആകുമ്പോൾ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നതെന്നുള്ള കാര്യം നിങ്ങൾക്ക് ബോധം വേണം കേട്ടോ. സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമുക്ക് essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വലിയ രീതിയിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം ഉണ്ടല്ലോ, ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യനിലൊക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ നമ്മുടെ എംപ്ലോയ്മെൻറ്റിൻ്റെ സ്ട്രക്ചർ മാറുന്നത്. അതായത് 1950 തൊട്ട് 2024 വരെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എംപ്ലോയ്മെൻറ്റ് വളരുന്നതായാലും അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാറുന്നതായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ,
ഇപ്പം നമ്മുടെ 1947 നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഇന്ത്യയിലെ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെ മാറി മാറി വരികയാണ്. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഇൻ 1947 ആണ് അല്ലേ. അപ്പോൾ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് തൊട്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ മാറി മാറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പെട്ടെന്ന്, അതായത് ഇപ്പോൾ 1990-കളിലെ LPG റിഫോംസുകൾ സംഭവങ്ങളും ഒക്കെ നമ്മൾ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ പെട്ടെന്നുണ്ടാവുന്ന ആ ഒരു എക്കണോമിക് എക്സ്പാൻഷൻ അല്ലേ, നമ്മുടെ രാജ്യം പണ്ടത്തെ പോലെയല്ല വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട് അല്ലേ, ജനസംഖ്യ നന്നായിട്ട് കൂടുന്നുണ്ട്. ലോകത്തെ തന്നെ ഏറ്റവും ജനസംഖ്യ കൂടിയ രാജ്യമൊക്കെയാണ് ഇന്ത്യ എന്നാണ് പറഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് ആയാലും ഇപ്പോൾ 1947 ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് അല്ല ഇന്ത്യയിൽ 2025 അല്ലെങ്കിൽ ഇപ്പോൾ 2024 എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ടും നമ്മുടെ എംപ്ലോയ്മെന്റിനെ ബാധിക്കും അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും AI വന്നു കഴിഞ്ഞാൽ ജോലി നഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇങ്ങനെ ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. AIക്ക് കുറേ ജോലികൾ, അതായത് ഇപ്പം പഠിപ്പിക്കാൻ ടീച്ചർമാർ പോലും വേണ്ട AI വെച്ച് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വരെ ഉണ്ട് അല്ലേ. അപ്പം AI വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലി നഷ്ടമാവുന്നുള്ളൊരു ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ടെക്നോളജി വന്നാലും പോപ്പുലേഷൻ കൂടിയാലും അതുപോലെ തന്നെ എക്കണോമിക് എക്സ്പാൻഷൻ സംഭവിച്ചാലും എല്ലാം അത് നമ്മുടെ എംപ്ലോയ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1950-കളിൽ 60-കളിലൊക്കെ നമ്മുടെ ഇന്ത്യയുടെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു അഗ്രേറിയൻ സ്റ്റേറ്റ് ആണ്, ഒരു രാഷ്ട്രമാണ് അല്ലേ. അതായത് കൂടുതലും അഗ്രികൾച്ചറിൽ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഓക്കെ, അതായത് ഏകദേശം 70% കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് എവിടെയാണ്, ഈ പറയുന്ന അഗ്രികൾച്ചർ സെക്ടറിലാണ്. അതായത് അഗ്രികൾച്ചർ അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് 70% ആൾക്കാരും ജോലി ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയിൽ. ഇപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ടോട്ടൽ ഇതെടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്നത് പ്രൈമറി സെക്ടറിൽ തന്നെയാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ കിട്ടുന്നത് 3ാമത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു സർവീസ് സെക്ടറിൽ നിന്നാണ്. ഏറ്റവും കൂടുതൽ GDP കോൺട്രിബ്യൂഷൻ വരുന്നത് ഈ സർവീസ് സെക്ടറിലാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് മാറി അല്ലേ. അതായത് ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ സംഭവിച്ചപ്പോഴത്തേക്കും നമ്മൾ കൂടുതലും മാനുഫാക്ചറിങ് അതുപോലെ തന്നെ സർവീസ് സെക്ടറിലേക്കൊക്കെ ആ ഒരു മാറ്റം നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് ഇപ്പോഴും നമ്മളൊരു അഗ്രേറിയൻ സ്റ്റേറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കൃഷിയിൽ തന്നെയാണ്, മൺസൂണിനെ ബേസ് ചെയ്തിട്ടുള്ള കൃഷി തന്നെയാണ്. പക്ഷേ എങ്കിൽ പോലും വ്യവസായങ്ങളും സംഭവങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും അത് അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ പഠിച്ച 1990-കൾ തൊട്ടുള്ള ആ ഒരു ലിബറലൈസേഷൻ അല്ലെ LPG പോളിസികൾ പോലത്തുള്ള സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വലിയൊരു ആക്കം കൂട്ടി. അവിടെ നമ്മൾ പഠിച്ചതാണ്, അതായത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് നമ്മളെ ഒരു സർവീസ് സെക്ടറിലായി ഒരു രാജ്യമായിട്ടൊക്കെ മാറുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമായി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ് കൂടി അല്ലേ. അതായത് ഒരു 17% മാത്രം കടന്ന് 1991 17% കടന്ന് നമ്മുടെ ഇത് 22% 2011 ആകുമ്പോഴത്തേക്ക് കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ഉണ്ടായി, പുതിയ പുതിയ ഇൻഡസ്ട്രികൾ വരുന്നു അല്ലേ. അതുപോലെ തന്നെ സർവീസ് സെക്ടർ നോക്കിക്കേടെ, ഇതാ ഞാൻ പറഞ്ഞത് സർവീസ് സെക്ടറാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലേ. 45 നിന്ന് 65%, അതായത് പകുതി കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടറാണ്. അതുപോലെ തന്നെ അഗ്രികൾച്ചർ നോക്കിക്കുക, അഗ്രികൾച്ചർ മാത്രമാണ് അവിടെ കൂപ്പ് കുത്തിയത് അല്ലേ. 30 നിന്ന് 14% ആ ഒരു GDP കോൺട്രിബ്യൂഷൻ. അപ്പോൾ GDP കോൺട്രിബ്യൂഷൻ്റെ നില പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് സർവീസ് സെക്ടർ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. 2ാം സ്ഥാനത്ത് മാനുഫാക്ചറിങ് അഥവാ നമ്മൾ പറഞ്ഞ സെക്കൻഡറി സെക്ടർ ആണ് അല്ലേ. സെക്കൻഡറി സെക്ടർ അതിനകത്ത് തന്നെ മാനുഫാക്ചറിങ് ആണ് കേട്ടോ, അതായത് ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. 3ാമതായിട്ട് നമ്മൾ പറയുമ്പോൾ അഗ്രികൾച്ചർ ആണെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക കേട്ടോ. 3ാമതായിട്ട് അഗ്രികൾച്ചർ ആണ്. അപ്പോൾ ഈ ഒരു ചേഞ്ച് കൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ, എത്ര പെർസെൻറ്റേജ് ആയിട്ട് ചേഞ്ച് ചെയ്തു എന്നുള്ളത്. അപ്പം ഏറ്റവും കൂടുതൽ 45 തൊട്ട് 65, പിന്നെ ഈ പറയുന്ന 17, 22 നമ്മുടെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ്. 30 നിന്ന് 14 അഗ്രികൾച്ചർ സെക്ടർ പോയത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് ഇൻഫോർമൽ ആയിട്ടുള്ള സെക്ടറിലാണ്. ഇൻഫോർമൽ സെക്ടറും ഫോർമൽ സെക്ടറും നമ്മൾ പഠിച്ചതാണ്. ഫോർമൽ എന്ന് പറയുമ്പോൾ 10 അതിൽ കൂടുതലോ ആൾക്കാർ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഫോർമൽ സെക്ടർ എന്ന് വിളിക്കാം. ഇനി 10 കുറവാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഇൻഫോർമൽ സെക്ടർ എന്ന് വിളിക്കാം അല്ലേ. അപ്പം ലോ സ്കിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ കുറഞ്ഞു മാത്രം വേജ് കിട്ടുന്ന ജോലികളിലാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം ഫോർമൽ സെക്ടർ, സർവീസ് സെക്ടർ ജോലി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആണിപ്പോൾ. അപ്പോൾ ആൾക്കാർ കൂടുതലും ജോലി ചെയ്യുന്നത് എന്താണ്, അവർക്ക് സ്കില്ല് കുറവാണ്, അതുപോലെ അവർക്ക് ജോബ് അല്ലേ, നല്ല പേയ്മെൻ്റ് ഉള്ള ജോബ് കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ ആൾക്കാരും ഇൻഫോർമൽ എംപ്ലോയ്മെൻറ്റിലാണ് ഉള്ളത്. ഓക്കെ,
അതുപോലെ തന്നെ നിങ്ങൾ 21st സെഞ്ച്വറി, അതായത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ ഒരു നൂറ്റാണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പുതിയ പുതിയ സെക്ടറുകൾ, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, കോവിഡിന് ശേഷമാണ് നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന സംഭവം തന്നെ കൊണ്ടുവരുന്നത് അല്ലേ. അതിന് മുമ്പ് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നെങ്കിലും നേരത്തെ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് പ്രബലമായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ IT എനേബിൾഡ് സർവീസുകൾ, കൊമേഴ്സുകൾ, IT സെക്ടറിന് തന്നെ ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടായത് ആഫ്റ്റർ കോവിഡ് ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഫ്രീലാൻസേഴ്സ് ആയിട്ടും അതുപോലെ ടെമ്പററി ഈ കോൺട്രാക്ട് വ്യവസ്ഥയിലൊക്കെ ആണെങ്കിലും കൺസൾട്ടൻസ് ആയിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഗിഗ് എക്കോണമി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ സ്വിഗ്ഗി, സൊമാറ്റോക്കാരൊക്കെ വരാറുണ്ട് അല്ലേ. ഇപ്പോൾ ഈ ഗിഗ് എക്കോണമി എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ. ഇവർ പൂർണ്ണമായിട്ടും അവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, അവർ പാർട്ട് ടൈം ആയിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. അവർ രാത്രിയിലൊക്കെ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഓടാൻ പോണ സ്വിഗ്ഗി ഓടാൻ പോണു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു എക്കോണമിയാണ് ഗിഗ് എക്കോണമി. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ ബ്ലിങ്കിറ്റ് പോലത്തുള്ള, ജിയോ മാർട്ട് പോലത്തുള്ള മിക്കവാറും എല്ലാവർക്കും ഇങ്ങനത്തെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സോ അത്തരത്തിലുള്ളതൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ IT പോലുള്ള പുതിയ സെക്ടറുകൾ വന്നതുകൊണ്ടാണ്. കൊമേഴ്സ് ഒക്കെ ഇത്രയും ബെറ്റർ ആവാൻ കാരണം തന്നെ ഫോണും IT ഒക്കെ വന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഓഫ് കോഴ്സ് ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ജോബ് ഇൻസെക്യൂരിറ്റി അല്ലേ. ആൾക്കാർക്കൊന്നും പ്രോപ്പറായിട്ടുള്ള ഒരു ജോബ്, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു സെക്യൂരിറ്റി ഇല്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. കറക്റ്റായിട്ട് പെൻഷനോ PF ഒന്നും കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്കില്ലില്ലാത്ത അവസ്ഥ അല്ലേ. നമ്മുടെ ഇന്ത്യയിൽ കൂടുതൽ ആൾക്കാരും ജോലി ചെയ്യുന്നത് സ്കില്ല് ഇല്ലാത്ത ഇതിനകത്താണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്, ലോ പേയിങ് ജോബ്സ് ആണ് അവർ സെലക്ട് ചെയ്യുന്നത്. ഈ പറയുന്ന ഇൻഫോർമൽ സെക്ടർ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ ഓരോ സ്ഥലത്ത് ഇപ്പോൾ റൂറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയ്ക്ക് അങ്ങോട്ട്, ഇപ്പോൾ സ്വിഗ്ഗി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റൂറൽ ഏരിയയിലൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. പക്ഷേ അർബൻ ഏരിയയിൽ ഓൾറെഡി ആ ഒരു ഇത് നമുക്ക് പ്രബലമായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഈ COVID-19 പാൻഡമിക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൈസേഷൻ അല്ലെ, IT ഇത്രയും ഇതാക്കുന്നതിന് ഇമ്പോർട്ടൻസ് കൊടുത്തെന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. അപ്പോൾ IT ഒക്കെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവാൻ കാരണമെന്ന് പറഞ്ഞാൽ COVID-19 പാൻഡമിക് ആണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നെങ്കിലും ഇന്ത്യയുടെ ജോബ് മാർക്കറ്റ് നല്ല രീതിയിൽ കുതിക്കുകയാണ്. ഇപ്പം തന്നെ ഗവൺമെൻറ്റിൻ്റെ പല സ്കീമുകളും ഉണ്ട്. ഇപ്പോൾ ഈ സ്വയം, അതായത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ഒക്കെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്കീമുകളൊക്കെ ആര് കൊണ്ടുവരുന്നുണ്ട്, ഈ പറയുന്ന നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ലിറ്ററസി അല്ലേ, ഫോണിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ഗവൺമെൻറ് ഒരുപാട് സ്കീമുകൾ കൊണ്ടുവരുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ, സ്കിൽ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാമുകൾ ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരെ കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എംപ്ലോയ്മെന്റ് സ്ട്രക്ചർ ഒരുപാട് തരത്തിലുള്ള ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്തു. എക്കണോമിക് എക്സ്പാൻഷൻ, അതായത് 1990s ഒക്കെ ആയപ്പോഴത്തേക്കും ഇന്ത്യ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ടൊക്കെ ഇന്ത്യ മാറാനുള്ള ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് LPG റിഫോംസ് ഒക്കെയാണ് അല്ലേ. അതുപോലെ തന്നെ ടെക്നോളജിക്കൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൺട്രിയുടെ പോപ്പുലേഷൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ നമ്മുടെ ഇന്ത്യ ഈ ഒരു ഗ്രോത്തും ഡെവലപ്മെൻറ്റും ഒക്കെ കൈവരിക്കുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചിരിക്കുക. അപ്പം നമ്മൾ ഇനി കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇൻക്ലൂസീവ് എംപ്ലോയ്മെൻറ്റിനാണ്. അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും എല്ലാവർക്കും തുല്യമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടണം. ഇന്നോവേഷൻ അല്ലേ, പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. ഇപ്പോൾ IT ആയാലും അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പ് പോലത്തുള്ള സംഭവങ്ങൾ കൊണ്ടുവരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്കിൽ ഡെവലപ്മെൻറ്റ് അല്ലേ, നമ്മുടെ ഇന്ത്യ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ഇന്ത്യയിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ്. അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് സ്കിൽ ഇന്ത്യ പോലത്തുള്ള പ്രോഗ്രാമുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ആൾക്കാർ യൂസ് ചെയ്യാൻ അവർക്ക് അവയർനെസ് കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ഇഷ്യൂസ്, ഈ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഇഷ്യൂ കരകയറാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇന്ത്യ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലമാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. സോ അത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്, ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എന്താണെന്ന് പറഞ്ഞു, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ, അൺഎംപ്ലോയിഡ് പീപ്പിൾ, ഇതിൻ്റെയൊക്കെ ഇക്വേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്താണെന്ന് നോക്കുക, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ ചേഞ്ച് വന്നതും അതിൻ്റെ സൊല്യൂഷൻസ്, പ്രോബ്ലംസ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുമാണ് പഠിച്ചത്. അപ്പോൾ ഇത്രയും വളരെ നന്നായിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. നന്നായിട്ട് പഠിച്ചിട്ടിരിക്കുക. താങ്ക് യു.